വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് രാത്രി ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് പുറത്തൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുറേ ഇവിടെ പോകണം വിചാരിക്കണം. ഇവിടെ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഓപ്പണിങ് ചെയ്തതാണ് T&T. അപ്പോൾ ഷവർമ്മയും ഷവായിയൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് സ്ഥലത്ത് ബ്രാഞ്ചുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എപ്പോൾ പോകുമ്പോഴും നമ്മൾ രാത്രി പോകുമ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് നമുക്ക് നോക്കണമല്ലോ. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. ഇക്കാൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മ, ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത്. പോകുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല അടിപൊളി തിരക്കായിരുന്നു. വണ്ടി നിർത്താൻ ഇങ്ങനെ സ്ഥലം കുറവായിട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പോയിട്ട് തിരക്ക് കാരണം ഞങ്ങൾ ഒരു വട്ടം ഇതിനേക്കാൾ നേരം വൈകിട്ട് പോണ സമയത്ത് ഫുള്ള് ബൈക്കും കാറൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. ഇത് ഞാൻ ലാസ്റ്റ് തിരക്ക് കാരണം ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്തില്ല. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഉള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ അധികം തിരക്ക് ഇതിൽ തോന്നണില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കോഴി ഇങ്ങനെ നിറച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഷവായിക്കുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങാം കേട്ടോ. കുറച്ച് നേരം നിന്ന ശേഷമാണ് ഞങ്ങൾക്ക് ടേബിൾ കിട്ടിയത് കേട്ടോ. അത്രയും തിരക്കായിരുന്നു. കുറച്ച് നേരം ഫുഡിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അത്രയും ആൾക്കാരാണല്ലോ. ഫുഡിനൊക്കെ ഓർഡർ കൊടുത്ത ശേഷം നമ്മൾ നോക്കുമ്പോൾ ഇതാ നാരങ്ങയും അതേപോലെ നമ്മുടെ മിൻറ്റും ഈ പുതിനേൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒരു ചില്ലുള്ള കുപ്പിയിൽ വെള്ളം കേട്ടോ. അപ്പോൾ സംഭവം കാണാൻ സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ടേബിൾ കിട്ടുള്ളൂ. നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, അതുകൊണ്ട് കേട്ടോ. ഞാനും ഒക്കെയും കൂടി ഇപ്പുറത്ത് ഇരിക്കുന്നു കേട്ടോ. ഞങ്ങൾ എന്തായാലും ഇന്ന് സെയിം കളർ ഡ്രസ്സാണ്, വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നും ആവാതിരുന്നാൽ ഭാഗ്യം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഒന്നും ആവാതിരുന്നാലും മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. ഓർഡർ ഇതാക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ പിടിക്കാൻ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചധികം വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഷീറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മന്തി റൈസും ഷവായും. ഷവായാണ് ഇവിടെ സ്പെഷ്യൽ. അപ്പോൾ വരാണ്ടിരുന്നപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫുഡ് വരാണ്ടിരുന്നപ്പോൾ അവിടുത്തെ പിന്നെ ആ ഒരു സോസും അതൊക്കെ നമ്മളെടുത്ത് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. മയോണൈസൊക്കെ പിന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ പിന്നെ ചിത്രപ്പണിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മുടെ ഷവായ എത്തിയിട്ടുണ്ട് കേട്ടോ. ഷവായിൻ്റെ മേലെ ഗുപ്പൂസൊക്കെ ആയിട്ട് നല്ല രസം കേട്ടോ. നല്ല ഒരു രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. അത് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഗുബൂസൊക്കെ മാറ്റിയ ശേഷമാണ് വീഡിയോ എടുത്തത്. നമ്മുടെ മന്തി റൈസ് എത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോ ഗുബൂസ് അങ്ങോട്ട് ഇതാക്കി കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ സലാഡാണ് കേട്ടോ. പൈനാപ്പിളും മാങ്ങയും കൂടിയിട്ടുള്ള ആ സലാഡ് ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മന്തി റൈസും വന്നു. നമ്മുടെ മന്തി സ്പെഷ്യൽ കടയിൽ കിട്ടണ പോലെ അൺലിമിറ്റഡ് ഒന്നും അല്ല കേട്ടോ, കുറച്ച് ലിമിറ്റഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കഴിക്കേണ്ടി വന്നു. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കളറുള്ള ജ്യൂസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരേ വാശി അത് വേണമെന്ന്. ജ്യൂസല്ല കേട്ടോ, മോജിറ്റോ ആണ്. അപ്പോൾ രണ്ട് ബ്ലൂ ലഗൂൺ എടുത്തു, പിന്നെ ഒരു എന്താ പറയുക ഫ്രൂട്ടി, പിന്നെ ഗ്രീൻ ആപ്പിളും. അങ്ങനെ 4 ഓർഡർ ചെയ്തിട്ട് എന്തായാലും വന്നല്ലോ, ഉമ്മാരൊന്നും ഇതൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവർക്ക് ഓരോന്ന് വാങ്ങിക്കൊടുത്തിട്ടോ. ഓരോന്നും അവർക്ക് മാത്രമല്ല ഞങ്ങളും കുടിച്ചു എല്ലാതൊന്നും. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ബ്ലൂ ലഗൂൺ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സോഫ്റ്റ്നെസ്, ഷവായിൻ്റെ ഈ സോഫ്റ്റ്നെസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മേലുള്ള ഗ്രേവി. മന്തി റൈസ് അത്രയ്ക്ക് പോരാ. നമ്മൾ മന്തി സ്പെഷ്യൽ മന്തി നൂറയിലൊക്കെ പോയി കഴിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു, നെഹദിയിലൊക്കെ പോയി കഴിച്ചുകൊണ്ട് അത്രയ്ക്ക് ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. എന്നാലും ഷവായ അടിപൊളിയായിരുന്നു. റൊട്ടിയും കൂടി കഴിക്കാൻ സൂപ്പറായിരുന്നു. അതേപോലെ ഗുബൂസും അടിപൊളിയായിരുന്നു. പിന്നെ മിൻറ്റ് മറ്റേ പുതിനേൻ്റെ ഇതുണ്ടല്ലോ, ചമ്മന്തി പോലെ ഉള്ള അതും, അതേപോലെ തന്നെ ആ ഒരു സാലഡും. ആ സാലഡ് പിന്നെയും ചോദിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഞങ്ങൾ ചോദിച്ചില്ല കേട്ടോ. അങ്ങനെ ഓരോ മോമോസും കൂടി ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. രാത്രി 11 മണി കഴിഞ്ഞിട്ടും അവിടെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് മോമോസ് എന്താ സംഭവം എന്ന് തുറന്നു നോക്കാൻ ധൃതി ആയതുകൊണ്ട് കാറിൽ തന്നെ ഇങ്ങോട്ട് തുറന്നു. നമ്മൾ ഓരോന്നൊക്കെ എല്ലാവരും കൂടി എടുത്തു. നല്ല ചൂടോടെ കിട്ടിയ മോമോസ് ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ. നല്ല സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഒറ്റപ്പാലം പാലക്കാടുള്ള ഭാഗത്തൊക്കെ ഉള്ളവർ ഇവിടെ ഒന്ന് പോയി ടേസ്റ്റ് ചെയ്ത് നോക്കൂട്ടെ. എല്ലാവരും ടേസ്റ്റ് ഡിഫറെൻ്റ് ആവുമല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.